കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. 2026 അധികാരം നേടാനായില്ലെങ്കിൽ പിന്നീട് കേരളത്തിൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് അസാധ്യമായേക്കാം എന്ന വിലയിരുത്തലുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ 100-ലധികം സീറ്റുകൾ നേടി മികച്ച വിജയം കൈവരിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. നിലമ്പൂരിലെ ഉജ്ജ്വല വിജയവും PV അൻവറിനെ മുന്നണിയിൽ എടുക്കേണ്ടതില്ല എന്ന VD സതീശന്റെ ധീരമായ തീരുമാനവും കോൺഗ്രസ് ക്യാമ്പിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. PV അൻവറിന് ലഭിച്ച വോട്ടുകൾ CPM-ൽ നിന്ന് ചോർന്നുപോയതാണെന്ന ഉറച്ച വിശ്വാസവും കോൺഗ്രസിനുണ്ട്. ഗ്രൂപ്പ് പോരുകളും തമ്മിലടിയുമില്ലാതെ മുന്നോട്ടു പോയ കോൺഗ്രസിന് ചെറിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവന്ന ലൈംഗിക ആരോപണമാണ്. എങ്കിലും രാഹുലിനെതിരെ തുടക്കത്തിൽ തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചതിലൂടെ VD സതീശൻ CPM-ന് ശക്തമായി ആക്രമിച്ച് മുതലെടുക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി. മാത്രമല്ല, ഈ ആരോപണം പൊതുജന ശ്രദ്ധ വേണ്ടത്ര ആകർഷിക്കാതെ പോയതും കോൺഗ്രസിനും സതീശനും കൂടുതൽ ആത്മവിശ്വാസം നൽകിയ ഘടകങ്ങളാണ്. VD സതീശന്റെ മിഷൻ 2026 പദ്ധതിക്ക് രാഹുൽ ഗാന്ധി മൗനാനുവാദം നൽകിയെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചന. 100-ലധികം സീറ്റുകൾ നേടി UDF-നെ അധികാരത്തിലെത്തിക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതിക്ക് ദേശീയ നേതൃത്വവും പിന്തുണ നൽകുന്നു. സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളെ ഉറപ്പായും വിജയിക്കുന്നവ, ശക്തമായ മത്സരം നടക്കുന്നവ, താൽക്കാലിക സാധ്യതയുള്ളവ എന്നിങ്ങനെ തരംതിരിച്ചാണ് നിലവിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നിലവിലെ 21 സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ 44 സീറ്റുകൾ കൂടി നേടി കോൺഗ്രസിന് മൊത്തം 65 സീറ്റുകൾ സ്വന്തമാക്കാൻ കഴിയുമെന്നും വിലയിരുത്തപ്പെടുന്നു. മുസ്ലിം ലീഗ് 25 സീറ്റുകൾ വരെയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 3 മുതൽ 4 സീറ്റുകൾ വരെയും, RSP 2 സീറ്റുകളും CMP 1 സീറ്റും, മാണി സി കാപ്പൻ 1 സീറ്റും, കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ 1 സീറ്റും, KK രമയുടെ റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി 1 സീറ്റും നേടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് VD സതീശൻ. VD സതീശന്റെ പക്കലുള്ള വ്യക്തമായ പദ്ധതികളിൽ കോൺഗ്രസ് ജയിക്കുന്ന സീറ്റുകൾ, ഘടക കക്ഷികളുമായി വെച്ചുമാറേണ്ട സീറ്റുകൾ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ വിജയ സാധ്യതകൾ എന്നിവ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള സതീശന്റെ മിഷൻ 2026-ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം പൂർണ്ണ പിന്തുണ നൽകി എന്നാണ് പുറത്തുവരുന്ന വിവരം. കൂടാതെ CPM-ന്റെ തകർച്ചയും പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന പിണറായി വിരുദ്ധതയും നല്ല രീതിയിൽ പ്രചാരണായുധമാക്കിയാൽ 100 സീറ്റുകൾ ഉറപ്പായും നേടാൻ കഴിയുമെന്ന ചിന്തയും UDF-നുണ്ട്. CPM-ന്റെ അടിയുറച്ച ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് ചോർന്നുപോയാൽ അത് കോൺഗ്രസിന് വലിയ നേട്ടമാകും. എന്നാൽ കോൺഗ്രസിന്റെ വോട്ടുകൾ BJP-യിലേക്ക് പോകില്ലെന്ന ഉറച്ച വിശ്വാസവും സതീശനും UDF-നുമുണ്ട്. പിണറായി വിജയന് പകരമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ മറ്റൊരു നേതാവില്ല എന്ന സാഹചര്യം 2026 ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. ചാനൽ ചർച്ചകളിൽ സ്ഥിരമായി പങ്കെടുക്കുന്നതും ന്യായീകരണങ്ങളിലൂടെയും അപക്വമായ പെരുമാറ്റങ്ങളിലൂടെയും മുഖം നഷ്ടപ്പെട്ടതുമായ CPM-ന്റെ യുവതലമുറയും ഇടതുപക്ഷത്തിന് ബാധ്യതയാകുമെന്ന കണക്കുകൂട്ടലുകളും പുറത്തുവരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ UDF തകരാതെ പിടിച്ചു നിന്നുവെങ്കിലും ഇനിയും ഇത്തരം ആരോപണങ്ങളിൽ ചെന്നുപെടാതിരിക്കാൻ ശക്തമായൊരു സന്ദേശം യുവനേതാക്കൾക്കും മുതിർന്ന നേതാക്കൾക്കും നൽകിയിട്ടുണ്ട്. പാർട്ടിയിലെ ചേരിതിരിവും തമ്മിലടിയും ഒഴിവാക്കണം. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കണ്ട ഒത്തൊരുമയും കൂട്ടായ പ്രകടനവും നിയമസഭാ തിരഞ്ഞെടുപ്പിലും തുടരണം എന്ന് സതീശൻ നിർദ്ദേശം നൽകിയതായി സൂചനകളുണ്ട്. 2026 തിരഞ്ഞെടുപ്പിനെ ടീം UDF എന്ന നിലയിൽ ഒറ്റക്കെട്ടായി കാണണമെന്നാണ് VD സതീശൻ നൽകിയ പ്രധാന നിർദ്ദേശം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഷാഫി പറമ്പിൽ, ചാണ്ടിയുമ്മൻ, അബിൻ വർക്കി, ജിൻഡോ ജോൺ തുടങ്ങിയ യുവതലമുറയെ ഇറക്കി പാർട്ടിയിലേക്ക് യുവാക്കളെ ആകർഷിക്കാനുള്ള നീക്കങ്ങൾ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു. പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരെ കൂടി രംഗത്തിറക്കി കൂടുതൽ വോട്ടുകൾ അനുകൂലമാക്കാനുള്ള വിപുലമായ പദ്ധതിയും സതീശൻ മുന്നോട്ട് വയ്ക്കുന്നു. കൂടുതൽ വാർത്താ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.